തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനായിട്ടുള്ള കൃപ നീ നൽകണമേ. അമ്മേ പരിശുദ്ധ മാതാവേ, നമ്മുടെ പുത്രൻ്റെ മഹത്വം വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. 1 കൊറിന്ത്യൻസ് 16 അതിൻ്റെ 13-14 വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഒന്നാമതായിട്ട് അപ്പസ്തോലൻ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അതായത് നല്ല ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ, കെയർ, ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കാണുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ്. എന്താണ് ഞാൻ കാണുന്നത് എന്ന വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇനി നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കേൾക്കരുതാത്തത്, അതിൽ ഒരു വ്യക്തമായ ശ്രദ്ധ നമുക്കുണ്ടാവണം. നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെയാണ് പറയരുതാത്തത്, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്കുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ വേണം. നമുക്ക് ശ്രദ്ധ വേണം. ഇപ്പം ഒരു ഈ അപ്പസ്തോലനൊക്കെ പറയുന്ന പോലെ ഓരോ കൃപയും ഈ മൺപാത്രത്തിലെ നിധിയാട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മൺപാത്രത്തിലിട്ട നിധി. അപ്പോൾ ഈ മൺപാത്രത്തിലെ നിധിക്ക് എന്താ പ്രത്യേകത? ഈ സാധനം മൺപാത്രത്തിനകത്തിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കൊക്കെ വീട്ടിൽ ഈ കറിയൊക്കെ വെക്കുന്ന മൺചട്ടികളുണ്ട്, നമുക്കറിയാം അല്ലെ? ഇപ്പോൾ ചെടിയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, അല്ലേ? ഗാർഡനിങ് ഭയങ്കര ഒരു ട്രെൻഡായി മാറുകയാണ്. അപ്പം ഇതിൻ്റെ ഈ പൂച്ചട്ടി, മൺചട്ടി, ഈ സാധനം നമ്മളിപ്പോൾ മണ്ണൊക്കെ നിറച്ച് അല്ലെങ്കിൽ ഈ കറിയൊക്കെ വെക്കാനുള്ള ഈ മൺചട്ടി പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കാമെന്ന് വെച്ചോ. ചെറിയൊരു അശ്രദ്ധ മതി. എന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും ചെന്ന് ഒന്ന് മുട്ടിയാൽ മതി, അല്ലെ ജസ്റ്റ് കൈ ഒന്ന് സ്ലിപ്പ് ചെയ്താൽ മതി, അല്ലെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. ചെറിയൊരു അശ്രദ്ധ മതി ഈ സാധനം നിലത്ത് വീണ് പൊട്ടിപ്പോവാൻ. അപ്പോൾ ഈ മൺചട്ടിക്കുള്ള പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? നിനക്ക് തന്നിരിക്കുന്ന ഓരോ കൃപയും മൺചട്ടി, അല്ലേ, മൺപാത്രത്തിലെ നിധിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മൺചട്ടിക്കുടെ പ്രത്യേകത ഇതാണ്: ഈ മൺപാത്രം പൊട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏത് ഗമ്മിട്ടൊട്ടിച്ചാലും ഈ സാധനം ഒട്ടത്തില്ല, ഈ സാധനം ഒട്ടത്തില്ല. ഇനി ഒരു അലുമിനിയം പാത്രമോ അല്ലെ ചെമ്പിൻ്റെ പാത്രമോ, ഇനി സ്വർണ്ണം ആയിക്കൊള്ളട്ടെ, ഈ സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉരുക്കി വയ്ക്കാം, ഇത് ഒട്ടിയിരിക്കും. അല്ലെ ഒരു പ്ലാസ്റ്റിക് പാത്രം ആയിക്കൊള്ളട്ടെ, അതിനെ വേറെ ഷേപ്പിലൊക്കെ നമുക്ക് റീമോഡിഫൈ ചെയ്തെടുക്കാം. പക്ഷേ ഈ മൺപാത്രം മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പൊട്ടിയതാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുന്നത്, ഓരോ കൃപയും ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് മൺപാത്രത്തിലെ നിധി പോലെയാണ്. നീ അതുപോലെ നിനക്ക് ശ്രദ്ധ വേണം. അപ്പൻ എന്ന കൃപയിൽ നീ ശ്രദ്ധ വേണം നിനക്ക്. അത് മൺപാത്രത്തിലെ നിധിയാ അപ്പൻ. ഇത് തച്ചുടഞ്ഞു പോവാനായിട്ട് ഒരു സെക്കൻഡ് മതി. അത്രയ്ക്ക് ശ്രദ്ധ വേണം നമുക്ക്. അപ്പൻ എന്ന ഉത്തരവാദിത്വത്തിൽ അത്രയ്ക്ക് ശ്രദ്ധ വേണം. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ, വീട്ടിലല്ലേ അപ്പമായി മാറേണ്ടവൻ അപ്പൻ. ആ കാര്യത്തിൽ, വീട്ടിലേക്ക് അധ്വാനിക്കുന്ന കാര്യത്തിൽ, അപ്പം വീടിൻ്റെ നെടുന്തൂണല്ലേ, നെടുന്തൂണാവുന്ന കാര്യത്തിൽ, അല്ലേ? ഈ നെടുന്തൂണിൻ്റെയൊക്കെ താഴെ അടിവശം ചെതല് പിടിച്ചു പോയാൽ ശരിയാകുമോ? അല്ലെ മോളുവശം ഇളകിയാൽ ശരിയാകത്തില്ല. അത്രമാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു ഭർത്താവ് എന്ന ഒരു കൃപയിൽ. അത് മൺപാത്രത്തിലെ നിധിയാണ്. അതെ, അടുത്ത കൃപ ഉത്തരവാദിത്വം. ശ്രദ്ധ വേണം നമുക്ക്, ശ്രദ്ധ വേണം. മകൻ എന്ന ഉത്തരവാദിത്വം, ശ്രദ്ധ വേണം. ഓഫീസിലെ സ്റ്റാഫ് എന്ന ഉത്തരവാദിത്വം, ഒരു മാനേജറാണ്, ഞാനൊരു കമ്പനിയിലെ മാനേജർ എന്ന ഉത്തരവാദിത്വം, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അതൊരു കൃപയാണ്, മൺപാത്രത്തിലിട്ട് തന്നിരിക്കുക. ശ്രദ്ധ വേണം ആ കാര്യത്തിൽ, ചെയ്യുന്ന കാര്യത്തിൽ, പറയുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. അല്ലേ? വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ശരിക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയുന്നത് ശ്രദ്ധ വേണം.
ശ്രദ്ധ വേണം. കേൾക്കുന്നതിൽ ജാഗരൂകരായിരിക്കുവിൻ, മറുപടി പറയുന്നവരിൽ സാവധാനമായിരിക്കുവിൻ എന്നൊക്കെ വചനം പറയുന്നുണ്ട്. മറുപടി പറയുന്നത് നമ്മൾ ഒത്തിരി സ്ലോ ആയിട്ട് ആലോചിച്ചിട്ടേ പറയാവുള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് നെഗറ്റീവ് വരും എന്ന് കാത്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ MTech പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. ഞാൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവന് പവർ ഇലക്ട്രോണിക്സിലാണ് MTech ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടും ഒരു റൂമിലാണ്. അപ്പം അന്നൊക്കെ ഈ ആത്മീയതയിൽ ഭയങ്കര തീഷ്ണതയുള്ള കാലഘട്ടമാണ്. ഇന്നതൊന്നുമില്ല, ഇന്നൊത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു, ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നൊരു ദിവസം ഇതുപോലെ ഒരു ചൊവ്വാഴ്ച ഫാസ്റ്റിംഗ് എടുത്തു. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, അല്ലെ, ഉപവാസം എടുക്കുമ്പോൾ വേറെ ആരും അറിയാൻ പാടില്ല, അതൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ റൂംമേറ്റ് ഉച്ചയായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്റ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, എടാ നീ കഴിക്കാൻ വരുന്നില്ലേ, ഞാൻ വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഫാസ്റ്റിംഗ് എടുക്കുന്ന വേറെ ആരും അറിയാൻ പാടില്ലല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു, നീ എന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നാൽ ഓക്കേടാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു, തിരിച്ച് വൈകിട്ട് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് വലിയ മിണ്ടാട്ടമൊന്നുമില്ല എന്നോട്. അപ്പോൾ ഇവന് എന്തോ ഒരു അകലിച്ച പോലെ. അപ്പം പെട്ടെന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ഇവനൊന്നും അധികം ഒന്നും ഇങ്ങനെ പറയുന്നില്ല ഒന്നും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസമായി 2 ദിവസമായി. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഇവൻ എന്ത് പറ്റി? അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എടാ മോനെ, എടാ എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി, നീ എന്നോട് സംസാരിക്കാത്തത്? അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മൾ ഒത്തിരി പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കാര്യം, ഒരു ചെറിയ കാര്യം നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അത് ഉറപ്പായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, കാരണം ചെറിയൊരു നെഗറ്റീവായിട്ടുള്ള അതായിരിക്കും എല്ലാം നിൽക്കുന്നത്. 1000 നന്മ ചെയ്താലും അതൊന്നും കാണത്തില്ല, ചെറിയൊരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ ആ പാളിച്ചയാണ് വലുത് എന്നും പറഞ്ഞ് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ആ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പാളിച്ചയോ ചെറിയൊരു മിസ്റ്റേക്കോ പറ്റിക്കഴിഞ്ഞാൽ ആ ചെയ്ത നന്മകൾ കംപ്ലീറ്റ് അങ്ങ് അപ്രശസ്തമായി പോവുക. ആ ചെറിയൊരു വീഴ്ചയെ ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി കാണിക്കുക. അതിന് നമ്മുടെ മീഡിയാസും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് അതിന് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ കാര്യത്തിലൊക്കെ നമുക്കത് അറിയാം. ചെറിയൊരു പ്രശ്നം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഊതിപ്പെരുപ്പിച്ച് വലിയ സംഭവമാക്കി കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം വിശ്വാസത്തെ അടിച്ച് തകർക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഒരു ജനറലൈസ് ചെയ്യപ്പെടുമല്ലോ. ഇപ്പോൾ ഒരാൾക്കൊരു തെറ്റ് പറ്റിയ ആ കണ്ണിലൂടെ എല്ലാവരെയും കാണാൻ തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് ആ ചർച്ചകളൊക്കെ പരിസമാപ്തിയിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നു. ഞാൻ ദൈവമേ ഞെട്ടി. ശരിക്കും സങ്കീർത്തകനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് കർത്താവേ നീ എന്നെ കാത്തുകൊള്ളണേ. അല്ലേ? നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പം അറിഞ്ഞ് ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ അനുഭവിച്ച് പോകുന്നുണ്ട്. നമ്മൾ അറിയാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് കർത്താവേ നീ എന്നെ കാത്തുകൊള്ളണേ. ഞാൻ ചോദിച്ചാൽ എന്താടാ, എനിക്കൊന്ന് മനസ്സിലാക്കിത്താ, എന്ത് വീഴ്ചയാണ് എന്നിൽ നിന്ന് നീ കണ്ടത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? എടാ, ഈ ഹോസ്റ്റലിൽ ഞാനും നീയൊക്കെ ഫീസ് കൊടുത്താൽ പഠിക്കുന്നത്, നമ്മൾ മെസ്സിനൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. ഈ ഹോസ്റ്റലിലുണ്ടാക്കുന്ന ഇതേ ചോറും ഇതേ കറിയും തന്നെയാണ് അവിടെ ക്യാൻറ്റീനിൽ വിളമ്പുന്നത്. അപ്പോൾ നീ ഈ ഹോസ്റ്റലിലെ ഊണ് കട്ട് ചെയ്തിട്ട് അന്ന് ഊണിന് 30 രൂപയുള്ളൂ, നീ 30 രൂപ മുടക്കി ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലേ? അപ്പോൾ നീ ഈ പറയുന്നതിൽ എന്ത് എത്തിക്സാണ് നീ ഫോളോ ചെയ്യുന്നത്? ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇവനോട് കഴിച്ചു എന്ന് പറഞ്ഞു. അത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഏൽപ്പിച്ച മുറിവ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു കള്ളം പറഞ്ഞെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി നമ്മളൊരു നുണ പറഞ്ഞു, പിന്നെ അതിനെ മറയ്ക്കാൻ വേണ്ടി അടുത്തത്. ചില വ്യക്തിത്വങ്ങളൊക്കെ ഇങ്ങനെയല്ലേ, ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി മറ്റത് ചെയ്യുന്നു, അത് ചെയ്യാൻ
ഇങ്ങനെ അങ്ങ് പോവുക. കാരണം ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവായിരിക്കണം. അതാ നിങ്ങൾ ജാഗരൂകരായിരിക്കുവാൻ അപ്പസ്തോലൻ പറയുന്നത്. ശ്രദ്ധ നമുക്ക് വേണം. പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. ജോലിയുടെ കാര്യത്തിൽ, ഉത്തരവാദിത്തത്തിൻ്റെ കാര്യത്തിൽ, സഭയുടെ കാര്യത്തിൽ, ശുശ്രൂഷയുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. കാരണം ഇത് ആത്മാക്കളെ അല്ലേ, ആത്മാക്കളുടെ കാര്യമാണ് ഇത്. ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് എത്രയോ ആത്മാക്കളെ നമ്മൾ കുഴി കൊണ്ട് ചാടിക്കുന്നത്. ഓരോ ആത്മാവിൻ്റെ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ വേണം. ശ്രദ്ധ വേണം. കാരണം ആ ആത്മാവ് നശിക്കാതിരിക്കാനും വേണ്ടിയാ യേശു കുരിശിൽ മരിച്ചത്. കാരണം യേശുവിൻ്റെ കുരിശു മരണത്തിൽ കർത്താവിൻ്റെ മരണത്തോളം വിലയുണ്ട് ആ ആത്മാവിന്. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവായിരിക്കണം. അടുത്ത അപ്പസ്തലൻ പറയുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ ഉറച്ച നിലപാടുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. ശരിക്കും ഇന്ന് ആനുകാലികമായ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോഴത്തേക്ക് പ്രശ്നത്തിൻ്റെ പുറകെ ഓടുക. ഇന്നൊരു പ്രശ്നം വന്നാൽ അതിൻ്റെ പുറകെ ഓടി, നാളെ വേറൊരു പ്രശ്നം വന്നാൽ അതിൻ്റെ പുറകെ ഓടി, നാളെ കഴിഞ്ഞ് വേറെ വന്നാൽ അതിൻ്റെ പുറകെ ഓടുക. യഥാർത്ഥത്തിൽ എന്താ നമ്മുടെ പ്രശ്നം? ഇനി ഈ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. പ്രവൃത്തി കൊണ്ടും അധരം കൊണ്ടും പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്താണ്? ഈ പ്രതികരിക്കാൻ വേണ്ടി ഒരു നയിക്കപ്പെടുന്ന ശക്തി എന്താണ്? അത് വിശ്വാസമാണോ ഭയമാണോ? ഈ പ്രതികരിപ്പിക്കാനായിട്ട് നിന്നെ ടെംപ്റ്റ് ചെയ്യുന്നത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ചവിട്ടി നിന്നാണോ നീ പ്രതികരിക്കുന്നത്? അതോ നിന്നെ വേട്ടയാടുന്ന ഭയത്തിൽ നിന്നാണോ നീ പ്രതികരിക്കുന്നത്? ഞാനുൾപ്പെടെ പലരും പ്രതികരിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. കാരണം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭയമാണ്. ഇങ്ങനെ സംഭവിക്കുമോ? എനിക്ക് പേടിയാണ്. ഭയമാണ് നയിക്കുന്നത്. രോഗം വരുമോ? ഭയം. തകർച്ച വേട്ടയാടുമോ? ഭയം. കുടുംബം ശിഥിലമാകുമോ? ഭയം. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമോ? ഭയം. ഈ ഭയമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസമല്ല. ക്രിസ്തു പലപ്പോഴും ഈ അപ്പസ്തോലന്മാരെ ചീത്ത പറയുന്നുണ്ട്. അല്പവിശ്വാസി എന്ന് വിളിച്ച ചീത്ത പറയുന്നത്. എന്തിനാ ഭയപ്പെടുന്നത്? വിശ്വാസം വേണം. ഉറച്ച വിശ്വാസമായിരിക്കണം. കണ്ണും പൂട്ടി ഇരുട്ടത്തിലൂടെ വലിച്ച് ചാടാനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. കർത്താവ് നമ്മളെ താങ്ങും, കർത്താവ് നമ്മളെ നയിക്കും, അവൻ നമ്മളെ കൈവിടത്തില്ല. കുഞ്ഞുങ്ങളെയൊക്കെ അവനേൽപ്പിക്കും. എൻ്റെ വൈഫൊക്കെ പ്രഗ്നൻ്റ് ആയപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു, എനിക്ക് സ്വപ്നം കാണാൻ കുഞ്ഞില്ല, എനിക്ക് സ്വപ്നം കാണാൻ വേണ്ടി നീ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് തരാവോ? എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാനും എൻ്റെ വൈഫും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ നിനക്ക് സ്വപ്നം കാണാൻ വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതുങ്ങളെ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണ് വളർത്തുന്നത്. കർത്താവിൻ്റെ ഇഷ്ടത്തിനാണ് വളർത്തുന്നത്. അതുങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഒത്തിരി കൃപകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവിന് കൊടുക്കുക, അവൻ നോക്കും. നമ്മൾ വളർത്തിയാലല്ലേ പ്രശ്നം. നമ്മൾ വളർത്തുമ്പോഴാണ് ഈ ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. നമ്മുടെ പിള്ളേർ നശിച്ചു പോവോ, അല്ലെ നമ്മുടെ പിള്ളേരെ അന്യമതസ്ഥരൊക്കെ കൊണ്ടുപോവോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വേട്ടയാടുന്നത് ഈ ഭയത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വത്തൊക്കെ അപകരിച്ചുകൊണ്ട് പോവോ? ഭയമാ. വെട്ടിപ്പിടിക്കുമോ, മർദ്ദിക്കുമോ, ഇറക്കി വിടുമോ, പീഡിപ്പിക്കുമോ, നഗ്നരാക്കപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ഭയം നമ്മളിങ്ങനെ വേട്ടയാടുക. അവിടെ അപ്പസ്തോലൻ പറയുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. നമ്മുടെ ഓരോ സംസാരവും ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നതാവണം. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പറയേണ്ടത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. അതിനുശേഷം അപ്പസ്തോലൻ പറയുകയാണ്, പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവിൻ. പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവിൻ. ഈ കരുത്ത്, പൗരുഷം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വാ തുറന്ന് 4 ഡയലോഗ് അടിക്കുന്നതിലല്ല കരുത്ത്. അതിന് വലിയ കരുത്തൊന്നും വേണ്ട. പ്രതികരിക്കാനായിട്ട് വലിയ കരുത്തൊന്നും വേണ്ട. എന്തെങ്കിലും കുടുംബത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, സമൂഹത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഓഫീസിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കാൻ എനിക്കും നിങ്ങൾക്കും യാതൊരു കരുത്തിൻ്റെ ആവശ്യമില്ല. അതിന് വലിയ പൗരുഷമൊന്നും വേണ്ട നമുക്ക് പ്രതികരിക്കാനായിട്ട്.
പക്ഷേ പ്രതികരിക്കാതിരിക്കാൻ, നിശബ്ദരായിട്ടിരിക്കാനായിട്ട് നല്ല കരുത്ത് വേണം. കരുത്തില്ലാതെ പറ്റത്തില്ല. കരുത്തില്ലാതെ പറ്റില്ല. ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. യൂത്തിൻ്റെ പ്രോഗ്രാമാണ്. അവിടെ ഒരു വൈദികനെ പരിചയപ്പെട്ടു. അച്ഛന് ഫാമിലി അപ്പോസ്റ്റലിൽ ഡയറക്ടറായിട്ടൊക്കെ ഇരുന്നാണ്, ജഡ്ജിയായിട്ട്, അവരുടെ ഫാമിലി കോർട്ടിൽ ജഡ്ജിയായിട്ടൊക്കെ ആ രൂപതയിലിരുന്ന വൈദികനാണ്. അപ്പോൾ അച്ഛൻ ഒരു കേസിൻ്റെ കാര്യം ആരോടോ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ കയറി ചെന്നത്. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ സംസാരിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനിങ്ങനെ പറയുകയാണ്, ഒരാളുടെ നമ്മൾ ആ വ്യക്തിക്കെതിരെ ഇത്രയും പറഞ്ഞിട്ടും ഇതുപോലെ കരിവാരി തെച്ചിട്ടും ആ വ്യക്തി ഇതുവരെ വാ തുറന്നിട്ടില്ല. ആ നിശബ്ദത നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. ഇനി ഓരോ സ്റ്റെപ്പും കരുതി വേണം എടുക്കാൻ. ആ നിശബ്ദത നമ്മളെ ഭീതിപ്പെടുത്തുന്ന അവിടെയാണ്. കാരണം എന്തെങ്കിലും ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് നാലെണ്ണം പറയാനായിട്ട് വലിയ കരുത്തൊന്നും വേണ്ടെന്നേ. അങ്ങനെ വരുമ്പോൾ നമ്മളെ ആർക്കും ഒരു ഭയമൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ചിന്ത എന്താ, 4 വർത്താനം പറയും, അതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റണേ? അല്ലെ കയറി 2 തല്ല് തല്ലും, അതിൽ കൂടുതൽ അവൻ എന്ത് കാണിക്കും? അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പ്രതികരിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ അവൻ എന്നാ ചെയ്യാൻ പറ്റും? പക്ഷേ ഒരു പ്രാവശ്യം നീ നിശബ്ദനായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ നേരെ ആ ഒരു അറ്റാക്കിങ്സ് വരില്ല. കാരണം നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വിറയ്ക്കാൻ തുടങ്ങും. ഇതൊക്കെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചതാണ്. ഞാൻ പെട്ടെന്ന് പ്രതികരിക്കത്തില്ല, ഒരു കാര്യത്തിനും പെട്ടെന്നൊന്നും പ്രതികരിക്കത്തില്ല. സൈലൻ്റ് ആയിരിക്കും, മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല. നമ്മളെ ഇങ്ങനെ സംസാരിപ്പിക്കാനായിട്ട് പലതും ശ്രമിക്കും, മിണ്ടില്ല, വാ തുറക്കില്ല. അങ്ങനെ നിശബ്ദരായിരിക്കും. ഒരു കമൻറ്റോ ഒന്നും പറയത്തില്ല. പയ്യെ ഒരു ഭയം ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വരാൻ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് അവൻ എന്താ വയ്ക്കുന്നത്? അവർ ഭയത്തോടു കൂടിയേ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് അവസരം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. കാരണം നമ്മൾ നിശബ്ദരായിരിക്കുമ്പോഴേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. കാരണം അല്ലേ നമ്മളെ മർദ്ദിക്കുന്നവരെ നമ്മൾ തിരിച്ച് മർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ചെയ്യാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അത് നമ്മളാരായി കയറി കെട്ടി ചെയ്യാനായിട്ട്? അതുകൊണ്ട് നല്ല കരുത്തരായിരിക്കണം. പൗരുഷം നമുക്കുണ്ടാവണം. നല്ല കരുത്തുണ്ടാവണം നമുക്ക്. ആ കരുത്ത് പ്രതികരിക്കാൻ മാത്രമല്ല, അത് നിശബ്ദരായിട്ടിരിക്കാൻ. അവിടെയാണ് നമ്മുടെ കരുത്തിൻ്റെ തോത് അളക്കുന്നത്. കാരണം ഇങ്ങനെ ചെളിവാരി അടിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, പുറകിൽ നിന്നൊക്കെ കുത്തുമ്പോൾ ഇങ്ങനെ അതങ്ങോട്ട് സഹിക്കാനായിട്ട്, അവിടെയൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്നൊരവസ്ഥയുണ്ടല്ലോ. ഭൂമികുലുക്കത്തിൻ്റെ നടുക്കും അഗ്നിയുടെ നടുക്കും പ്രളയത്തിൻ്റെ നടുക്കൊക്കെ ഒന്നിങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെയാണ് നമ്മുടെ പ്രതിസന്ധികൾക്ക് നടുക്ക് അല്ലേ, നമ്മളങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കുലുക്കുമ്പോൾ 4 സൈഡിൽ നിന്ന് അങ്ങോട്ട് എറിയുമ്പോഴൊക്കെ നടുക്ക് ശാന്തനായിട്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അതാണ് യഥാർത്ഥ പൗരുഷം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ കരുത്ത്. യേശുവിനെ എറിയാനായിട്ട് അവർ കല്ലുകളെടുത്തു. അതിനിടയിലൂടെ കർത്താവ് നടന്നുപോയി. എന്താ, എറിഞ്ഞില്ലേ? അവർ കല്ലുകളെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല, സൈലൻ്റായി. ആ സൈലൻസ് ആ കല്ലുകളെടുത്തവരെ ഭീതിപ്പെടുത്താൻ തുടങ്ങി. അവനെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അവനിനി എന്താ പറയാൻ പോകുന്നത്? അവനിനി എന്താ ചെയ്യാൻ പോണത്? ആ ചിന്ത അവരെ സ്കാറ്റർ ചെയ്യാൻ തുടങ്ങി, അവരെ ഭീതിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഭീതി പൂണ്ട് നിൽക്കുന്ന, അവനെ എറിയാൻ കല്ലുകളുമായി ഭീതി പൂണ്ട് നിൽക്കുന്നവരുടെ ഇടയിലൂടെ അവൻ നടന്നു നീങ്ങി. പീലാത്തോസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീയാണോ അത്? അവർ പറയുന്നു, നീ യഹൂദ രാജാവെന്ന് പറഞ്ഞു. നീ ആണോ? നീ അത് ചെയ്തോ? നിശബ്ദനായിട്ട് നിൽക്കുക. കാരണം ആ നിശബ്ദത പീലാത്തോസിനെ പോലും ഭയപ്പെടുത്താൻ തുടങ്ങി ശരിക്കും. കാരണം പീലാത്തോസ് പറയുന്നുണ്ട്, ദിസ് ഈസ് ദ മാൻ, ഇതാണ് മനുഷ്യൻ, ഇതാണ് കരുത്ത്, ഇതാണ് പൗരുഷം. ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ദിസ് ഈസ് ദ മാൻ എന്നാ പറയുന്നത്. ഇതാണ് മനുഷ്യൻ, ഇതാണ് കരുത്ത്, ഇതാണ് പൗരുഷം. അപ്പോൾ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പൗരുഷവും കരുത്തുള്ളവരായിരിക്കുവിൻ.
വീണ്ടും പറയുകയാണ്, നിങ്ങൾ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഈ സ്നേഹമുണ്ടോ നമ്മുടെ കാര്യത്തിൽ? നമ്മൾ നോക്കുന്നത് സ്നേഹത്തോടെയാണോ, അതോ വെറുപ്പോടു കൂടിയാണോ, വിദ്വേഷത്തോടു കൂടിയാണോ? നമ്മൾ കേൾക്കുന്നത് സ്നേഹത്തോടു കൂടിയാണോ നമ്മൾ കേൾക്കുന്നത്, അതോ മനസ്സിലാക്കുന്നത് സ്നേഹത്തോടു കൂടിയാണോ, അതോ വെറുപ്പും വിദ്വേഷത്തോടു കൂടിയാണോ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നത് സ്നേഹത്തോടു കൂടിയാണോ, അതോ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണോ, അതോ നമ്മുടെ തന്നെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹം അത് അൺകണ്ടീഷണലാണ്. നമ്മളൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ് സ്നേഹിക്കുന്നത്, അല്ലേ? ഇന്നത് കിട്ടിയാൽ ഇന്നത്, അല്ലെ ഇന്നതുണ്ടെങ്കിൽ ഇന്നത് എന്നുള്ള ഒരു കണ്ടീഷണൽ ലവ് ആണ് നമ്മുടെയൊക്കെ. പക്ഷേ ദൈവം സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലാണ്. അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹത്തിലാണോ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്? അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒന്നും പ്രതീക്ഷിക്കാത്തത്. കാരണം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ്, ഒന്നും പ്രതീക്ഷിക്കരുത്. എവിടെ ചെന്നാലും ഒന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയാണ് നമുക്ക് എക്സ്ട്രീമലി നമ്മൾ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഒരു വീട്ടിൽ ചെന്ന് ചായ കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ ഫുഡ് കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ ഇന്ന വ്യക്തിയുടെ ചെന്നാൽ ഒരു ആശ്രയം കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ ഒരു സ്നേഹം കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ ഇന്നത് കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഇന്നത് കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. മക്കളുടെ അടുത്ത് നിന്ന് ഇന്നത് കിട്ടും, പ്രതീക്ഷിക്കുന്നില്ല. എങ്ങും എന്തും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ആകെ ഒരു പ്രത്യാശ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ, കർത്താവ് എന്തെങ്കിലും തന്നാൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രീമലി നമ്മളൊരു ഒരു ആനന്ദത്തിലാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നേ. അല്ല, ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇത് എന്നോട് ഇങ്ങനെ ആയിരിക്കണം. ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടൊരു കാര്യം സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ സ്ട്രെസ്സിലോട്ട് പോന്നേ. അപ്പോൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സ്നേഹിക്കുന്നൊരവസ്ഥ, വ്യക്തികളെ കാണുന്നൊരവസ്ഥ, അവിടെയൊക്കെ ഒരു ആണ് പെണ്ണെന്നുള്ളൊരു വ്യത്യാസം പോലുമില്ല. അങ്ങനെ വരുമ്പോൾ ആ സ്നേഹത്തിന്, അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. കാരണം എല്ലാവരോടും ആ ഒരു സ്നേഹമാണ്, ഭാവിയോട് പോലും ആ ഒരു സ്നേഹമാണ്, കരുണയോട് കൂടി നോക്കുകയാണ്. അല്ലേ? ഞാനിപ്പോൾ മദ്യപിക്കുന്നില്ല, ഞാൻ ആ നീതിയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ നിൽക്കെ തന്നെ ഒരു മദ്യപാനിയെ ഞാൻ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തോടു കൂടി ആ മദ്യപാനിയോട് ഒന്ന് അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് വേർതിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഒന്നാമതേ ആ വ്യക്തി എന്തെങ്കിലും മുറിഞ്ഞ് പാവം ഏതെങ്കിലും ചെറുപ്പത്തിലേക്ക് ഏറ്റ ഒരു മുറിവിൻ്റെ ബാക്കി ഭാഗമായിരിക്കും ആ മനുഷ്യൻ മദ്യപിക്കുന്നത്. അവിടെ ചെന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ? ഒന്ന് ചേർത്തൊന്ന് പിടിച്ചാൽ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് റീസെൻ്റായിട്ട് ഒത്തിരി ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പയ്യൻ വന്നു. ഭയങ്കര അഡിക്റ്റായിരുന്നു. അപ്പോൾ അവന് മദ്യവും ഡ്രഗും ഭയങ്കര അഡിക്റ്റ്. അപ്പം ഞാൻ വേറൊന്നും ചെയ്തില്ലെന്നേ. അവനെങ്ങനെ നേരെ അങ്ങോട്ട് തോളിലോട്ടങ്ങ് ചേർത്തങ്ങ് പിടിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, എന്നാ ഉണ്ട് മോനെ വിശേഷം? ഇവനിങ്ങനെ ഏങ്ങി കരയാൻ തുടങ്ങുക. അപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് വെളിപ്പെട്ടാൽ മതി. ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ഒന്ന് മോനേന്നൊന്ന് വിളിച്ചാൽ മതി, മോളേന്നൊന്ന് വിളിച്ചാൽ മതി. എന്താ ഉണ്ട് എന്നൊന്ന് ചോദിച്ചാൽ മതി. ഒന്നും വിഷമിക്കണ്ട കേട്ടോ എന്നൊന്ന് പറഞ്ഞാൽ മതി. വലിയ കാര്യമൊന്നും ചെയ്യണ്ടെന്നേ. ഒന്ന് കരുണയോടുകൂടി സ്നേഹത്തോടു കൂടി ഒന്ന് ചേർത്തൊന്ന് പിടിക്കാനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മാക്കളെ കൊയ്യാം ചേട്ടാ. ആ മോൻ പറയും, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ചേട്ടാ എന്നെ ഒരാളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. കരയുക. കുറേ നേരം ചുമ്മാ വിശേഷമൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ പറയാം, ചേട്ടാ എനിക്ക് നിർത്തണം, എങ്ങനെയെങ്കിലും എനിക്ക് നിർത്തണം, എനിക്കൊരു വല്ലാത്തൊരു ദാഹം തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് നിർത്താൻ പറ്റും. കാരണം സംസാരിച്ചൊക്കെ വന്നപ്പോൾ ചെറുപ്പത്തിലെ ഏറ്റ ചെറിയൊരു മുറിവ്, ചെറിയൊരു വെറുപ്പിൻ്റെ ബാക്കി ഭാഗമാണ് ഇവനെ ആ ഒരു തിന്മയിലേക്കൊക്കെ നയിച്ചേക്കുന്നത്. കാരണം ആ വ്യക്തി അവനോട് ചെയ്ത ഒരു തെറ്റിൻ്റെ ബാക്കി ഭാഗമാണത്. അല്ല, അവനോട് കാണിച്ച ഒരു സ്നേഹക്കുറവിൻ്റെ
ഒരു ബാക്കി ഭാഗം അവനൊരു ഡ്രഗ് അഡിക്റ്റായി മാറിയത്. ഞാൻ അവനെ തന്നെ ആ വ്യക്തിയായിട്ട് ഒന്ന് കമ്പയർ ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ആ വ്യക്തിക്ക് ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ കിട്ടിയ ഏതോ ഒരു മുറിവിൻ്റെ ഭാഗമാണ് ആ വ്യക്തി അന്ന് കാണിച്ചത്, നീ അങ്ങനെ മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയോടുള്ള ദേഷ്യം അങ്ങ് മാറി. കരുണയോടുകൂടി അവനും കാണാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്രഗിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന് മാറാനുള്ള ഒരു കൃപ അവിടെ നിറയുക. ഈ വെറുപ്പ് മാറുക, മറ്റ് വ്യക്തികളോടുള്ള വെറുപ്പ് മാറുക. നമുക്ക് ഒരു വ്യക്തിയോട് ഭയങ്കര വെറുപ്പാണെങ്കിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സമാണ്, ഒരു ബാരിയർ പോലെ നിൽക്കുക. ഈ ബ്ലെസ്സിങ്സ് ഇങ്ങോട്ട് കടന്നു വരത്തില്ല. ഇതങ്ങ് മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ദൈവാനുഗ്രഹം കടന്നു വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ ശരീരത്തെ അല്ല കാണുന്നത്. ഈ ശരീരത്തിലൂടെയാണല്ലോ ഇവർ സംസാരിക്കുന്നത്, ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതിലൂടെയാണല്ലോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശരീരത്തെ വിട്ടിട്ട്, അവരുടെ മനസ്സിൻ്റെ അവസ്ഥ വിട്ട് നമ്മൾ ആ ആത്മാവിനെ കാണുക അല്ലേ? അവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണല്ലോ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്നൊക്കെ പറയുമല്ലോ. ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെല്ലാം വിട്ടിട്ട് ഈ ആത്മാവിനെ കാണുക. ആത്മാവിനെ കണ്ടിട്ട് ആത്മാവിന് കൊടുക്കുന്ന വില കുരിശ് മരണത്തോളം വിലയുണ്ട് അല്ലേ? യേശു കുരിശിൽ മരിച്ച അത്രയും വിലയുണ്ട് ഒരു ആത്മാവിന്. അതിനുവേണ്ടിയാണ്, ഈ വ്യക്തിക്കും വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ഈ വ്യക്തിയുടെ രക്ഷ എന്നിലൂടെയാണ് ദൈവം റൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്നിലൂടെ ആ രക്ഷ പറഞ്ഞെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ ആ രക്ഷയുടെ ഒരു പൂർത്തീകരണം ഉണ്ടാവത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ സ്നേഹത്തോടെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. പതുക്കെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ആ വ്യക്തിയും കൂടി എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നതെല്ലാം നമ്മൾ സ്നേഹത്തോടെ ചെയ്യണം. ഇനി അടുക്കളയിൽ പാചകം ചെയ്യുന്നു. എനിക്ക് കുക്കിംഗ് ഒരു പാഷനാണ്. ഇപ്പം ഞാൻ പലപ്പോഴും അടുക്കള കയറാറുണ്ട് അല്ലേ? നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മുടെ മക്കൾക്കുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സ്നേഹം വേണം നമുക്ക്. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ സ്നേഹത്തോടു കൂടി അതങ്ങ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ അങ്ങ് ടേസ്റ്റ് കൂടും, നല്ല ടേസ്റ്റായിരിക്കും. കാരണം ഇത് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് അല്ലേ? ഈശോ അതുകൊണ്ടല്ലേ ഈ അപ്പം മുറിച്ച് തന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ബർത്ത്ഡേക്കും ക്രിസ്മസിനൊക്കെ കേക്ക് മുറിക്കുന്നത്, മധുരം പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മളെ തന്നെ പങ്കുവെച്ച് ആ സ്നേഹം അല്ലേ, സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെപ്പ് അതൊരു മധുരമായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തിനും ഒരു സ്നേഹം കാണിക്കുക. ഇനി ഒരു ഗാർഡനിങ്, ഒരു ചെടി നമ്മൾ നട്ടുവെക്കുന്നു, അതിനെപ്പോലെ ഒരു സ്നേഹത്തോടെ നോക്കുക, ഒരു സ്നേഹത്തോടെ കാണുക, ഒന്ന് തലോടുക, അതിനെ ഒന്ന് കെയർ ചെയ്യുക. നമുക്കൊരു വാഹനമുണ്ട്, അതിനൊന്ന് സ്നേഹത്തോടെ നോക്കുക അല്ലേ? ഒന്ന് തൊട്ട് അതിനെ ഒന്ന് സ്നേഹിച്ച്. ഇപ്പം ഞാനൊക്കെ ഉപയോഗിക്കുന്നൊരു സ്കൂട്ടറുണ്ട്. ഒരു ഭയങ്കര ഇൻറ്റിമസിയാണ് സ്കൂട്ടറുമായിട്ട്. അപ്പോൾ ഇതുമായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എവിടെ നമ്മൾ നിൽക്കണമെന്ന് വിചാരിക്കുന്നു അവിടെ ഈ സാധനം നിൽക്കും. വേറെ ആൾ ഓടിച്ച് കഴിയുമ്പോൾ പറയും ഇതിന് ബ്രേക്കും ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. ഇതെങ്ങനെ സാറേ ഓടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ സ്റ്റാഫൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അതിനുമായിട്ട് ഭയങ്കര ഒരു ഇൻറ്റിമസിയാണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ബോണ്ട് ഞാനും ആ വസ്തുവും തമ്മിലുണ്ട്. അപ്പം നമ്മൾ നിൽക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് ഈ സാധനം നിൽക്കും. ഈ ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്കാണ് അപ്പസ്തലൻ പറയുന്നത്. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിൽക്കുക. ജോലി സ്നേഹത്തോടെ ചെയ്യുക. അതിൻ്റെ ഉത്തരവാദിത്തം അത് ആരിലേക്കാണോ എത്തുന്നത് ആ വ്യക്തിയെ നമ്മൾ സ്നേഹത്തോടെ കാണുക. അങ്ങനെ പതുക്കെ ഒരു സ്നേഹമായി നമുക്ക് മാറാം. അപ്പോൾ അപ്പസ്തലൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, പൗരുഷവും കരുത്തുള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അങ്ങനെ നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ ശക്തമായ ഒരു പടയാളിയായി മാറാം, ഒരു സ്നേഹമായി മാറാം. ഈശോ നമ്മളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.